നരേന്ദ്രമോദിയിൽ സഹപ്രവർത്തകർ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതശൈലിയിലെ ലാളിത്യം, കഠിനാധ്വാനം, ദൃഢനിശ്ചയം, അങ്ങനെ പോകുന്നു അവ. രാഷ്ട്രീയ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ചിലർ അങ്ങനെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഇനി അതിലേക്ക്. കഠിന പരിശ്രമത്തിലൂടെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂള താണ്ടിയാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി ഉയർന്നു വന്നത്. 1950 സെപ്റ്റംബർ 17 നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം. ദാമോദർ ദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും 6 മക്കളിൽ മൂന്നാമൻ. 1987 ഗുജറാത്ത് BJPയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത നരേന്ദ്രമോദി 90 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തന്റെ സാന്നിധ്യം അറിയിച്ചു. 2001 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേശുഭായ് പട്ടേലിൽ നിന്നും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. 75 വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം പൂർത്തിയാക്കി മുന്നോട്ടു പോകുമ്പോൾ പ്രായം അദ്ദേഹത്തെ സംബന്ധിച്ച് വെറും ഒരു സംഖ്യ മാത്രമാണ്. ജീവിതത്തിലുടനീളം സ്വയം പാലിക്കുന്ന അച്ചടക്കവും കൃത്യനിർവഹണ ബോധവും ദൃഢനിശ്ചയവും അണുവിട മാറാത്ത ലളിത ജീവിത ഭക്ഷണ ശൈലികളുമൊക്കെ എതിരാളികൾ പോലും അംഗീകരിക്കും. എങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്ര ദാമോദർ ദാസ് എന്ന സാധാരണ പ്രവർത്തകൻ ഇത്രയേറെ ആരാധകരുള്ള, സ്വാധീനം ചെലുത്തുന്ന നേതാവായത്? ചില സുഹൃത്തുക്കളുടെ കഥകൾ അത് പറഞ്ഞു തരും. സുഹൃത്തുക്കൾ പറയുന്ന ചില കഥകൾ അത് വ്യക്തമാക്കും. ഗുജറാത്തിൽ നിന്നുള്ള RSS പ്രവർത്തകൻ ദിലീപ് ഭായ് ത്രിവേദിക്ക് പറയാനുള്ളത് മോദിയുടെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. 1980കളുടെ അവസാന കാലം അഹമ്മദാബാദിൽ ഒരു പ്രത്യേക ബൈഠക് നടക്കുന്നു. രാവിലെ നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചു. സ്വാഭാവികമായും അദ്ദേഹം ബൈഠക്കിൽ പങ്കെടുക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉച്ചയോടെ അദ്ദേഹം എത്തി. രാവിലെ അത്യാവശ്യമായ കർമ്മങ്ങൾ പൂർത്തിയാക്കിയെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ ഏൽപ്പിച്ച് ബൈഠക്കിൽ പങ്കെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി അദ്ദേഹം അവിടെ എത്തി. ത്രിവേദി പറയുന്നു, एक विशेष अहमदाबाद में बैठक थी. आज तो साल या तिथि तो याद नहीं है, लेकिन इतना निश्चित पता है कि जिस दिन बैठक थी मैं भी अहमदाबाद गया था और माननीय नरेंद्र भाई के पिताजी का उसी दिन देहांत हो गया था. तो हम जब वहाँ पहुँचे तो स्वाभाविक रूप से पूछा कि नरेंद्र भाई आए नहीं अभी तक. तो हमको बताया गया कि आज उनके पिता का देहांत हो गया है, तो वो वडनगर गए हैं. तो हमने सोचा कि आज तो नहीं आ पाएंगे, लेकिन दोपहर के समय नरेंद्र भाई तो आ गए. तो हमको भी आश्चर्य लगा कि पिताजी का देहांत हुआ है और वो आ गए हैं. बाद में जब बैठक की कार्यवाही पूरी हुई, वैसे ही हम लोग मिले तो नरेंद्र भाई को स्वाभाविक पूछा कि भाई क्या हुआ था, पिताजी को कैसे वगैरह बातचीत हुई. तो हमने बोला कि आप आज ही पिताजी का देहांत हुआ है और आप यहाँ आ गए. तो बोले हाँ, अंत्येष्टि का कार्यक्रम पूरा हो गया तो मैं निकल गया. बाकी की जो कोई विधि विधान रहते हैं वो तो सब अन्य भाई संभालेंगे. ये अगत्य की बैठक थी, इसलिए मैं तो आ गया हूँ, क्योंकि हमको तो आगे काम करना है. तो ये इससे एक बहुत बड़ी एक प्रेरणा भी उस टाइम से हमको मिली कि घर के ऐसे वडील और अपने पिताजी जैसे भी की देहांत के समय भी कार्य के लिए कटिबद्धता और उनका जो कमिटमेंट कार्य के प्रति रहा, उसको लेके ही वो वहाँ आ सके. तो ये एक बहुत सभी कार्यकर्ताओं के लिए एक प्रेरणादायी उदाहरण है नरेंद्र भाई का. നരേന്ദ്രമോദിയെ പ്രചാരക കാലം മുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മോദിയുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ലളിത ജീവിതത്തെക്കുറിച്ചുമാണ് പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായ കിഷോർ മഖ്വാനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതശൈലി എപ്പോഴും ഇങ്ങനെയാണ്: കഠിനാധ്വാനം, ആഡംബരമില്ലാത്ത ജീവിതം. ധോൽക്കയിൽ RSS ചുമതലയിലുള്ളപ്പോൾ
അവിടുത്തെ ഓഫീസ് വളരെ ചെറുതായിരുന്നു. സ്ഥലപരിമിതി കാരണം ഓഫീസിന്റെ തകര മേൽക്കൂരയോട് ചേർന്ന് അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങി. ഉണരുമ്പോൾ ടിൻ ഷീറ്റുകളുടെ പാറ്റേൺ അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ഡിസൈൻ തീർക്കുമായിരുന്നു. മഖ്വാന പറയുന്നു, प्रधानमंत्री आज भी वो प्रधानमंत्री है, पूरे राष्ट्र के सर्वोच्च स्थान पर है, मगर आज भी उनका जो जीवन है वो एकदम सादा सरल और एक प्रकार से कहे कि एक सन्यासी जैसा आज भी उनका जीवन है। उस समय भी उनका जीवन वैसा ही था। तो कठोर साधना, सो जाना, वो भी ऐसा मतलब बहुत बड़ा तकिया है ऐसा नहीं, ऐसे नीचे ज़मीन पर भी सो जाना। वो एक घटना मुझे आज भी याद है। वो हम ऐसे ही एक बार खड़े थे, तब भी उनको याद किया था कि जब ये धौलका जब आते थे तो धौलका का जो RSS का जो कार्यालय था ना, वो एकदम छोटा था। हमारा रसोई घर भी बड़ा होता है, इतना छोटा था। और जब रात को सो जाते थे तो उस समय स्वाभाविक है कि जो पैर हैं वो सामने की दीवार पे टकराते थे, तो सोने में मज़ा नहीं आता था। तो मोदी साहब उस समय ये जो कार्यालय था उसके जो ऊपर मतलब छत थी वो पतरे की थी, टीन की थी, तो ऊपर हम सोने के लिए गए। तो जब सुबह में उठे, जागे, बाद में बताया कि ये जो हमारी जो पीठ होती है वहाँ पर वो जो पतरा था ना, जो टीन था, उसकी डिज़ाइन हो गई थी। मतलब कि इस प्रकार कठोर उनका जीवन रहा है। ആന്ധ്രാപ്രദേശ് BJPയുടെ മുൻ അധ്യക്ഷൻ സോംവീർ രാജു പറയുന്നത് വിശ്രമമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചാരണ സമിതി ചെയർമാനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിന് സമയം നൽകി. അതേ ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ 5 പൊതുറാലികളെയാണ് അഭിസംബോധന ചെയ്തത്. അന്ന് തന്നെ തിരുപ്പതി ബാലാജി ക്ഷേത്രം സന്ദർശിച്ചു. കുറേയേറെ മീറ്റിംഗുകൾ നടത്തി. കടുത്ത പനിയായിരുന്നു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ പ്രവർത്തനം. അങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ. In 2014 election, Modi ji is the campaign chairman. Before that day, he addressed one meeting at Chitturu, and that day he stayed there. Tirupati, darshan to Lord Balaji. That day he addressed 5 meetings. That day he suffered fever. That day he addressed Tirupati public meeting, Nelluru public meeting, Gunturu public meeting, Bhimavaram public meeting. I was there at Bhimavaram. On that day, I am in Bhimavaram. I am in charge of the East and West Godavari district. Previously coming to Dayas, information is he have suffered fever, but today he has not taken any lunch. So please arrange 1 cup of chai. We are arranged, and I observed. He came, he entered the Dayas. I observed he has fever, na? We have the information. I observed his personality. His feet is swelling in a big way because of restlessness, not for fever. Restlessness. The chappals, belt chappals, not enter full feet, not enter full feet, only half. Even though he went Visakhapatnam, he addressed the public meeting in rain. बहुत बारिश. Even though he complete his trip and went to Ahmedabad and that place to Gandhinagar, entered his residence at Gandhinagar, and that day the time is I think 12 o'clock, 12:30. That Srinivas Garu phoned to me, Veeras Garu, all meetings are going well. This is the information of our sir. वो क्या टाइम? 12 o'clock, 1 o'clock? No, sir is going to
science of files. Today's Sir is suffering with fever. How it possible? This is his regular habit. Tomorrow morning he is going in the same way. Even next day also coming late. That day files he cleared. That is his regular habit. What a great inspirational activity of Modi ji. What a great psychology for this country, for Gujarat. That's why the development of Modi model of Gujarat, people minds, they are accepting as a Pradhan Mantri, PM of India. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലെ അത്ര അറിയപ്പെടാത്ത കഥ കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഓർമ്മിക്കുന്നു. 90കളുടെ അവസാനമാണ്. BJP ദേശീയ ജനറൽ സെക്രട്ടറിയായിരിക്കെ നരേന്ദ്രമോദി സൂറത്തിൽ ഒരു പ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി. വിവാഹം കഴിഞ്ഞ് ഒരു അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് അഹമ്മദാബാദിലേക്ക് പോകണം. പെട്ടെന്നുള്ള പദ്ധതിയായതിനാൽ ട്രെയിൻ റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ ഒന്നുമില്ലാതെ അന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന മോദി രാത്രി മുഴുവൻ തിരക്കേറിയ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്തു. जब गुजरात में एक कार्यकर्ता के यहाँ एक शादी में जब वो राष्ट्रीय महामंत्री बने थे, उस समय वो शादी में सूरत आए थे. शादी अटेंड करने के बाद उन्हें अहमदाबाद जाना था. कार्यक्रम अचानक बना, इसके लिए उनका ट्रेन में रिजर्वेशन भी नहीं था. हमने कच्छ एक्सप्रेस में 10 बजे रेलवे स्टेशन पे उनका एक सिंपल टिकट वो ले लिया, मगर रिजर्वेशन नहीं मिला. तो पूरा प्रवास उन्होंने रात को वो सिंपल चेयर के ऊपर बैठ कर किया. तो ये नरेंद्र मोदी जो कच्छ एक्सप्रेस में सेकंड क्लास में विदाउट रिजर्वेशन जो प्रवास उन्होंने किया था, वही आज पूरे देश में बुलेट ट्रेन का लोगों का सपना पूरा कर रहे हैं. और आने वाले दिनों में हमारे देश में जो बुलेट ट्रेन दौड़ेगी वो नरेंद्र मोदी साहब के कारण दौड़ेगी. നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചാരകനായിരുന്ന കാലത്തെ ഹൃദയസ്പർശിയായ ഓർമ്മകൾ മുതിർന്ന RSS കാര്യകർത്താവ് മഹേഷ് ദീക്ഷിത് പറയുന്നു. ഒരു രാത്രി നരേന്ദ്രമോദി വൈകി അവരുടെ വീട്ടിലെത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ മോദി പക്ഷേ വീട്ടുകാരെ ഉണർത്തിയില്ല. രാവിലെ ദീക്ഷിത് ഉണർന്നപ്പോൾ തണുപ്പിൽ പുറത്തെ കട്ടിലിൽ മോദി ഉറങ്ങുന്നത് കണ്ടു. എന്താണ് വിളിക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അർദ്ധരാത്രിയിലാണ് താൻ വന്നത്, തന്റെ സഹോദരിയെ, അതായത് ദീക്ഷിതിന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നായിരുന്നു മറുപടി. नरेंद्र भाई मोदी प्रचारक के रूप में आने लगे तो मेरे ख्याल से 1970 या तो उसके अंतर्गत समय होगा, वहीं से मेरा कांटेक्ट नरेंद्र भाई से हुआ. तो जब भी वो प्रचारक के रूप में आते थे तो वहां ठहरते थे हमारे घर में. मुझे एग्जैक्टली साल तो मालूम नहीं, लेकिन वो ठंडी का मौसम था. एक दिन की बात है, रात को वो देर रात से आए मेरे घर पे. हम लोग सोए हुए थे, मैं और मेरी वाइफ दोनों सोए हुए थे. और वो हमारे बाहर लकड़े की एक पाट पड़ी हुई थी, तो अपना जो थैला था वो उन्होंने वहां खिड़की पे लटका दिया और वहीं पे सो गए. प्रातः काल तो मैं सुबह में जल्दी उठता था और सूर्य नारायण को अर्घ्य देने के लिए बाहर आया तो मैंने देखा कि मेरे पाठ पे कोई सोया हुआ है. सूर्य को अर्घ्य देने के बाद जब मैं गया देखा तो मैंने भाई को